ശ്രീജിത്തിന്റെ പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ലെന്ന ബ്രാഞ്ചിന്റെ തീരുമാനം ഇന്ന് വളയം ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരികയും അംഗീകരിച്ച് മേൽഘടകത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജിഷ്ണു കേസോടുകൂടിയാണ് ശ്രീജിത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്നതെങ്കിലും പാർട്ടിക്കകത്ത് മുമ്പ് തന്നെ ശ്രീജിത്തിന്റെ നടപടികളിൽ അതൃപ്തിയുണ്ടായിരുന്നു. DGP ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തിൽ SUCI പോലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കിയെന്നും പാർട്ടിയെ തകർക്കാൻ BJP നേതാക്കൾ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയെന്നുമാണ് കണ്ടെത്തൽ. IG മനോജ് എബ്രാഹിമിന്റെ റിപ്പോർട്ടിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഈ റിപ്പോർട്ടിന്റെ കൂടി പിൻബലത്തിലാണ് അടിയന്തര നടപടി. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസുമായും അന്യസംസ്ഥാന സ്വാശ്രയ കോളേജ് ലോബികളുമായും ശ്രീജിത്തിന് ബന്ധമുണ്ടെന്നും പാർട്ടി വൃത്തങ്ങൾ ആരോപിക്കുന്നു. ജിഷ്ണു കേസിൽ സമരമടക്കം സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന പല തീരുമാനങ്ങളും എടുത്തത് ശ്രീജിത്താണ്. ശ്രീജിത്തിനെ മാറ്റി നിർത്തി മഹിജയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തന്നോട് വിശദീകരണമൊന്നും ചോദിച്ചിട്ടില്ലെന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവും ലഭിച്ചിട്ടില്ലെന്നും ശ്രീജിത്ത് പ്രതികരിച്ചു. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എൻ്റെ ഘടകം എന്നെ അറിയിച്ചിട്ടില്ല. സമരം നടത്തിയ മഞ്ചാരത്തറ ബ്രാഞ്ച് കമ്മിറ്റി അംഗം NP അശോകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, വടകര.